ഞാനിപ്പോൾ റൊമേനിയയിലാണ്. റൊമേനിയയിലെ അരാദ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഡോക്ടറെ നിങ്ങൾ കാണിച്ചിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയുന്നല്ലേ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് റൊമേനിയയിൽ 10-30 വർഷം മുമ്പ് വന്നിട്ട് റൊമേനിയക്കാരെയും കല്യാണം കഴിച്ച് റൊമേനിയക്കാരനായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു മലയാളിയാണ്. ഹലോ 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 ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു, പക്ഷേ ഈ വീഡിയോയിൽ ഒന്നുകൂടി പരിചയപ്പെടുത്തിക്കോ. ഹായ്, ഞാൻ ഡോക്ടർ നൗഫൽ. ഞാൻ റൊമേനിയയിൽ ഒരു 95 വന്നതാണ്. 94-95 19 വർഷമായി. അപ്പോൾ ഇതാണ് ഡോക്ടറുടെ വീട്. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു വീട്, ചെറിയൊരു കൊട്ടാരം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഈ വീടിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഡോക്ടറുടെ ഫാമിലിയും അല്ലേ. ഇത് ആക്ച്വലി റൊമേനിയയിലാണെങ്കിൽ നമുക്ക് കേരളത്തിന്റെ ഒരു ഫീൽ ഇവിടെ കിട്ടും. കാരണം ഡോക്ടർ ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ നാട്ടിലത്തെ വൈബ് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ട് പണിതിട്ട് ഇതിപ്പോ ആദ്യം ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഉണ്ടായിരുന്നു വീടിന്റെ, ബാക്കിയെല്ലാം ഗാർഡനും കാര്യങ്ങളായിരുന്നു. ഇതിപ്പോ ഞാൻ പണിഞ്ഞിട്ട് ഇപ്പൊ ഒരു 11 ഇയേഴ്സ് ആയി. 11 ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ തന്നെ. 11 വർഷം. അത് കുറേശ്ശെ എന്താണ് നമ്മൾക്ക് കൊണ്ട് നമുക്ക് നാട്ടിലെ പോലെ ഒറ്റയടിക്ക് പൈസ ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ കുറേശ്ശെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ആക്കി എടുത്തു. ഓക്കെ, സോ നമുക്ക് കാണാം ഡോക്ടറുടെ ഫാമിലി ഒക്കെ ഉള്ളിലുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ, ഇത് ഡോക്ടറുടെ വണ്ടിയാണ്. AR01 രാജ്. രാജ് എന്ന് പറഞ്ഞാൽ റേഹാൻ, ഐഷ, ജാസ്മിൻ. മക്കളുടെ 3 പേരുടെ ഇനീഷ്യൽസ് ആണ്. ഓക്കെ, ഇതിപ്പം 01 ആണ്. ഇതിപ്പോ 03 ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ ഇത് 04 ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ 02 അവിടെ ഡോക്ടർ 02 അത് ഒരു ഓഡി ക്യൂസ് ആണ്, അത് ഞങ്ങൾ കൊടുത്തു വിറ്റു. അയ്യോ, അപ്പൊ ആ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടില്ല. നമ്പർ പ്ലേറ്റ് അങ്ങനെ നമുക്ക് കൂടെ വെക്കാൻ പറ്റും. വണ്ടി വാങ്ങാൻ കിട്ടുന്ന പ്ലേറ്റ് തന്നെ കൊടുക്കണം. അതല്ലാതെ ക്യാൻസൽ ആയി പോകും. പക്ഷെ അത് തലവേദനയാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം 4 ഇപ്പൊ അല്ല, ഒരേ പ്രാവശ്യം മറ്റേ ഇംപ്രൂവ്മെന്റ്സ് കാണിക്കാൻ വേണ്ടി 3 എന്നുള്ളത് 4, 4 എന്നുള്ളത് 5 അങ്ങനെ റിപ്പീറ്റ് ചെയ്തില്ല. അപ്പൊ ഇനിയിപ്പോ അടുത്ത വണ്ടി തീർച്ചയായിട്ടും 5 ആയിരിക്കല്ലേ. ഓക്കെ, പിന്നെ ഡോക്ടറുടെ വീടിന്റെ അകത്ത് കയറുന്നതിന് മുന്നേ ഞാനും ബൽക്കിയും ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇവരുടെ ബാക്ക് യാർഡിന്റെ ഈ ഒരു പോർഷൻ ഉള്ളത്. ഞാൻ ഇന്നലെ മുതൽ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ തിന്നുന്നൊരു മുതലാണ് ഇതാണ് നിങ്ങൾ. ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പറിക്കുക തിന്നുക. ഇതാണ് എൻ്റെയും ബൽക്കിൻ്റെയും പണി കേട്ടോ. ഓക്കെ, നിങ്ങൾ സെറ്റല്ലേ? ആപ്രിക്കോട്ട് അല്ലേ? അതുപോലെ ഇത് ഇവരുടെ ഒരു ബാക്ക് യാർഡാണ്. ഇത് ഇവിടെ നമുക്ക് ചെറിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാട്ടോ. ലൈറ്റ് വേണ്ട, കുഴപ്പമില്ല, ലൈറ്റ് ഇട്ടേക്കാം. അതേപോലെ ഓക്കെ. ഓ സെറ്റ് ഇപ്പോൾ ആണ് വൃത്തിയായത്. അതേപോലെ ഈ ഒരു ഏരിയ ഉണ്ടോ, ഇത് മുഴുവനും നമ്മുടെ മുന്തിരിത്തോപ്പുകളാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നൊക്കെ പറഞ്ഞാലേ മുന്തിരിത്തോപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ മുന്തിരിയാണ്. പക്ഷേങ്കിൽ വാവ്, നോക്കിയേ എന്ത് രസമാണ്. നോക്കിങ്ങൾ നോക്കിയേ, മറ്റേ ഉക്രൈനിലെ ലവ് ലേക്ക് പോലില്ലേ, ലവ് ടണൽ പോലില്ലേ. ഇതൊക്കെ മുന്തിരിയാണ്. മുന്തിരിൻ്റെ നടുവിലാണ് ഇങ്ങനെയുള്ളത്. എന്തൊക്കെ കൃഷി ഇവിടെ ഉള്ളത്? ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഉണ്ട്. തക്കാളി ഉണ്ട്, മറ്റേ ഇതുണ്ടല്ലോ സവാള ഉണ്ട്, മറ്റേ ഉള്ളിയുടെ മറ്റേ സ്പ്രിംഗ് ഓണിയൻസ് ഒക്കെ, ജിഞ്ചർ വെച്ചിട്ടുണ്ട്. ആരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എല്ലാം എൻ്റെ വൈഫാണ് നോക്കുന്നത്. വൈഫിൻ്റെ മദറും കൂടെയാണ് എല്ലാം നോക്കുന്നത്. അവരാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ആകെ ജോലി ചെയ്യും, തിരിച്ചു വരും, മദറും. ഓക്കെ, അപ്പം ഇവിടുത്തെ ഈ സാധനങ്ങൾ നിങ്ങൾ ഇവിടെ കഴിക്കാനൊക്കെ ഉപയോഗിക്കലുണ്ടോ? അതെ, ഇവിടെ നിന്നുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ആർക്കും കൊടുക്കില്ല, അങ്ങനെ തന്നെ കഴിക്കും. നമുക്ക് എന്തല്ല അല്ല, അങ്ങനെയല്ല, ഭാഷ പറഞ്ഞാലല്ല, ഇത് ഞങ്ങൾ തന്നെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഓക്കെ. ഗ്രേപ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ഗ്രേപ്സ് ആണ്. ഏത് കാലാവസ്ഥയിലെ ഗ്രേപ്പ് ഇതായി വരുന്നത്? ഇത് ഇപ്പൊ സമ്മറാണ് ഇവിടെ. ഓട്ടം ആകുമ്പോഴത്തേക്കും ഗ്രേപ്സ് ഒക്കെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഗ്രേപ്സ് ഒക്കെ. ഇതിപ്പോ അതിന്റെ അത് ഫോം ചെയ്ത് ഏകദേശം കുഞ്ഞു വരുന്നുണ്ടല്ലേ. ഇത് ബ്ലാക്ക് ഗ്രേപ്സ് ആണോ? അല്ലെങ്കിൽ ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ സീഡ്ലെസ്സിന്റെ അതിന്റെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട്. ഈ ഒരു പോർഷൻ ഇവിടെ സീഡ്ലെസ് ഗ്രേപ്സും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാണ്. സോ ഇപ്പൊ നമ്മളുള്ളത് പുള്ളിയുടെ വീട്ടിനകത്താണ്. ഡോക്ടർ, അപ്പൊ ഓരോ ആൾക്കാരെ പരിചയപ്പെടുത്തിക്കോ. എന്തൊക്കെയാണത്? ഞങ്ങളുടെ ഗസ്റ്റും ഉണ്ട്. ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫിന്റെ അങ്കിളുണ്ട്. അവരൊരു 600 കിലോമീറ്റേഴ്സ്. ആരാണ് അങ്കിൾ? ആരാണ്? ഇതാണ് അങ്കിള്, മിക്ലോഷ് എന്ന് പറഞ്ഞിട്ട്. മിക്ലോഷ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് അങ്കിള്. നിങ്ങൾ തന്നെ പറയും ഇദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാവും? എത്ര വയസ്സുണ്ടാവും നിങ്ങൾ ഗസ് ചെയ്ത്? ഇതൊന്ന് ഗസ് ചെയ്യും നിങ്ങൾ. പുള്ളിക്കാരന് 70 years old. എന്നെക്കാട്ടി സ്ട്രോങ് ആണ്. കൈ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ അടിച്ചിടും. സ്ട്രോങ് മനുഷ്യനാണ്. ഓക്കെ, ഇത് എൻ്റെ പിള്ളേരാണ്. ജാസ്മിനും ഐഷയും, അവൻ റൈഹാൻ,
ഓക്കെ. അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ ഒരു ഡൈനിങ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതെൻ്റെ വൈഫാണ്. ഹലോ, നമസ്കാരം. മലയാളത്തിൽ എന്തെങ്കിലും പറയൂ, അങ്ങനെയല്ല രീതി എന്റെ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? ഇല്ല, അങ്ങനെയല്ല. നമുക്ക് ആക്ച്വലി ഇവരുടെ സ്റ്റോറി നമുക്ക് കേൾക്കണം കേട്ടോ. ഇവരുടെ ലവ് സ്റ്റോറി നമുക്ക് എന്തായാലും കേൾക്കണം. ഇവരെങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എത്ര തല്ല് വാങ്ങി, എത്ര അടി വാങ്ങി, ഇത് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇതൊക്കെ നമുക്ക് അറിയണം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് ബാക്കിയുള്ള ഫാമിലീസിനോട് കാണിച്ചു നമുക്ക്. ഇവിടെ ഇന്നിപ്പോ നിങ്ങൾ വന്ന സമയം ഇവര് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സിസ്റ്ററിലോ ആണ്, ഓർത്തി എന്ന് പറയും. ഇത് രമോണിന്റെ മദറിന്റെ സിസ്റ്ററാണ്. എന്താ പറഞ്ഞത്? ഇത് ഇല്ല, ഒരിടത്ത് നോക്കാൻ പറഞ്ഞാണ് അതിലോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിപ്പോ ഞങ്ങളിപ്പോ കഴിച്ചതാണ്. ഇവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നൊരു കേക്കാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇപ്പൊ ഞങ്ങളിപ്പോ ഒന്ന് എടുത്ത് കഴിച്ചു. വാൾനട്ട്സിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഞങ്ങളിപ്പോ അത് കഴിച്ചു. ഇവർക്ക് ഡ്വൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്, ഹംഗേറിയനും റൊമീനിയൻ. ഓക്കെ. അപ്പൊ അതൊരു ഹംഗേറിയൻ സ്വീറ്റ് ആണ്. അല്ല, ഇവരുടെ സ്ഥലത്തിനെ പറ്റി പറ. ഇപ്പൊ താമസിക്കുന്ന ഏരിയ ഇവര് താമസിക്കുന്നത് ബ്രഷോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു മൗണ്ടനസ് റീജിയൻ ആണ് റൊമീനിയയുടെ. ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് വിസിറ്റ് ആണ്. നമ്മുടെ പഴയ ഡ്രാക്കുള കാസിലൊക്കെ പറയില്ലേ, അവിടുന്ന് വളരെ അടുത്താണ്. അവിടെയാണ് ഇവർ താമസിക്കുന്നത്. അപ്പൊ പുള്ളി അതുപോലെ ഞാൻ അറിഞ്ഞിടത്തോളം പുള്ളി ആക്ച്വലി ഇങ്ങനെ ബിയർ അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വീഡിയോ ചെയ്തോടെ നമ്മളത് ഒളിപ്പിച്ച് വെക്കാൻ പറഞ്ഞത്. പാവം വീഡിയോ ക്യാമറ അവിടെ എത്തുമ്പോൾ ഉടനെ ഒളിപ്പിച്ച് വെക്കും. കൊക്കക്കോള. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 100-100ഓളം കുതിരകളും 100-100ഓളം പശുക്കളും ഉണ്ട്. ഒരു വലിയൊരു മലയുടെ മുകളിലാണ് താമസിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഹെൽത്തിന്റെ മെയിൻ റീസൺ അതാണ്. ഹാർഡ് വർക്കിംഗ് ആണ്. രാവിലെ 4 മണിക്ക് എണീക്കും. എന്നിട്ട് അവരിപ്പോഴത്തേക്ക് ചെയ്യും. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രം ജീവിക്കുന്ന ഇതാണ്. അല്ല, വരുമാനം മാത്രമല്ല. ഉദ്ദേശം എന്ന് വെച്ചാൽ അവരെന്താണ് ഉണ്ടാക്കുന്നത് അതാണ് അവർ കഴിക്കുന്നത്. വെച്ചാൽ അവർ പുറത്തുള്ള സാധനങ്ങൾ അവർ വാങ്ങുന്നില്ല. നേരത്തെ സംസാരിച്ചപ്പോൾ അപ്പൂമ്മയോട് പറഞ്ഞു തരട്ടത്. സോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കളിയുണ്ട്. അത് നമ്മളെ TV-യിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ ഇവനൊരു യു ആർ എ ഫുട്ബോൾ പ്ലെയറാ? അവന് ഫുട്ബോൾ പ്ലെയർ കേട്ടാ. ഇവന് 13 വയസ്സല്ലേ? അവന് 13 വയസ്സുണ്ട്. അവൻ ഇവിടുത്തെ ഊത്താന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു റൊമീനിയൻ ക്ലബിലെ ജൂനിയർ ടീമിലെ ഗോൾ കീപ്പറാണ്. അവൻ ഒരു എന്താ പറയാ, ഇപ്പൊ അങ്ങനെ കളിക്കുന്നു. എന്താവുന്നുള്ളത് നമുക്ക് ഭാവിയിൽ ഇവര് ഭയങ്കര പാഷനേറ്റ് കേട്ടോ. ഇവരെ നിർബന്ധിച്ച് തള്ളി വിടത്തില്ല. പിള്ളേർ അത്രയും ഇഷ്ടപ്പെട്ട് പോയി പഠിക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഏതെങ്കിലും ഒരു സൈഡിൽ രണ്ടാൾ ഇരുന്നല്ലേ സംസാരിച്ചാൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പറഞ്ഞില്ലേ ഇതില് ഞങ്ങളിപ്പോ ഇതിൽ മസാജ് ആണ്. ഇത് കാൽ മസാജ് ഉണ്ട്, അതുപോലെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് ഇവിടെ മസാജ് ഉണ്ട്, ഷോൾഡർ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനും ബൽക്കിയും രണ്ടാളും മാറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് ഇത് വീടിന്റെ ഈ സൈഡ് ഇത് ഞങ്ങളുടെ പഴയ വീടിന്റെ കിച്ചൺ ഏരിയ ഉണ്ട്. അപ്പോൾ ഞാനത് മാറ്റിയൊരു ചെറിയൊരു എന്താ പറയാ കമ്പ്യൂട്ടർ റൂമും വാഷ് ചെയ്യാൻ ഇതൊക്കെ ഒത്തിരി വൃത്തിയായിട്ടായി കിടപ്പുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അല്ല, വാഷിംഗ് മെഷീൻ്റെ അടുത്ത് വൃത്തിയുടെ മാത്രമേ ഉണ്ടോ? പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ഞാനൊരു ജിമ്മ് ഒക്കെ സെറ്റപ്പ് ചെയ്തതാണ്. ഒരാൾ ഇവിടെ ഫുൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. നമ്മള് ഇതിനേക്കാളും അപകടം പിടിച്ച കൂടുതലും ജിമ്മില് തുണി തൂക്കിയിടൽ ഇതൊക്കെ ഇരുന്നു. ഇതാണ് ഞങ്ങളുടെ പഴയ വീട് പുരാനഗർ. ഇവിടെയാണ് ഞങ്ങളുടെ ഇതാണ് മറ്റേ എൻട്രൻസ് അല്ലേ? ഇത് ശരിക്കും ഒരു കേരള ഫീൽ ആണല്ലോ. നോക്കിങ്ങള് പുറത്തേക്ക് പോകുന്ന ഡോറ് കാര്യങ്ങള് അല്ലേ? ഇതായിരുന്നു ഇവിടുത്തെ ഫസ്റ്റ് എൻട്രൻസ്. ഞങ്ങളുടെ സിംഗിൾ എൻട്രൻസ് ആണ്. ഒരു 5-6 എൻട്രൻസ് ഉണ്ട്. ഇത് മോൻ റൂമാണ്. അവന്റെ പ്ലേ സ്റ്റേഷനും കാര്യങ്ങളും ശരിയൊരു റൂമാണ്. ഗെയിമർ കേട്ടോ. ഗെയിമറും കാര്യങ്ങളും എല്ലാ ഫുട്ബോൾ പ്ലേയേഴ്സിനും കാർഡൊക്കെ ഉണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവൻ. വേൾഡ് കപ്പ് കളിച്ചാൽ മതിയല്ലേ? എന്തെങ്കിലും കളിച്ചാൽ മതി. ഓക്കെ. ഇത് ഇവരുടെ ഗേൾസിന്റെ റൂമാണ്. ഇവരെ ഒരു ബെഡ് ഉണ്ട്. അവിടെ ഒരു പുറകിലൊരു ബെഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവരുടെ പ്രൈവറ്റ് ഒരു സ്പേസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ക്യാമറ എടുത്തത് കേട്ടോ. ഓക്കെ.
സോ ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾ രണ്ടുപേരുടെയും സ്റ്റോറി, മക്കളുടെ സ്റ്റോറി, ഇതൊക്കെ നമുക്ക് കേൾക്കണം. വേറെ മോൾഡ് കാണിക്കല്ലോ നമുക്ക്. എൻ്റെ അതാണ് ഇതിന്റെ ഏറ്റവും എന്താ പറയാ, ഈ വീടിന്റെ ഏറ്റവും എന്താ പറയാ മനോഹരമായ. അതിപ്പോ ഞാനടക്കം അങ്ങനെയാ പറഞ്ഞത്, എന്റെ വീടിന് ഏറ്റവും മനോഹരമായ എന്റെ ബെഡ്റൂമാണ് അത് ഞാൻ വളരെ ശരിക്കും ഞങ്ങൾ എക്സ്റ്റൻഷൻ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കിച്ചണിന് വേണ്ടി മാത്രം എക്സ്റ്റൻഷൻ ചെയ്താണ്. ലാസ്റ്റ് കിച്ചൺ മാറി അതൊരു ഡൈനിങ് ഹാളായി. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിച്ചൺ വന്ന്, കിച്ചൺ നേരെ മോഡല് മറ്റേ എന്താ പറയാ ബെഡ്റൂമായിട്ട് മാറി. ഇതാ അപ്പൊ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കല്യാണ വീടിന്റെ ഒരു ഫീലാണ്. കുടുംബക്കാരൊക്കെ ഒരു വർഷത്തിന് ശേഷമൊക്കെ വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടൊരു പരിപാടി കേട്ടോ. ഓക്കെ, ഇതാണ് ഇവിടെ ലൈറ്റ്സിന്റെ ഒരു നടന്നോ പുറകോട്ടെടുക്കാം. ഓക്കെ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത് ഇവരുടെ സീലിംഗ് ആണ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീലിംഗ് ആണ്. ഇന്ത്യയിലെ ഡിസൈനേഴ്സൊക്കെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോട്ടെ ഇവിടുത്തെ ഒരു ഡിസൈൻ എങ്ങനെ വരുന്നുള്ളത്. നമ്മുടെ നാട്ടിലിപ്പം അടിപൊളിയായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളുടെ ബെഡ്റൂമൊക്കെ ഏകദേശം ഈ ഒരു കളർ പാറ്റേണിലാണ് പോണത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഇതും റൊമേനിയയിലെ എല്ലാ വീടുകളും ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇല്ല, അത് ഓരോ കൺസെപ്റ്റ് അനുസരിച്ചാണ്. അതിലിപ്പോൾ ഞാനിപ്പോൾ കൂടുതലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഇന്ത്യൻ ഇതിലാണ് ചെയ്തത്. പക്ഷെ ഇവിടുത്തെ ഒരു ഡിസൈനറാണ് കൂടുതലും എനിക്ക് പൂളിൻ്റെയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന പുള്ളിക്കാരാണ്. അതെ, ഇവിടുന്ന് ഇത് ഇവരുടെ ബാൽക്കണിയാണ്. അപ്പോൾ ഈ ബാൽക്കണിയിൽ നമ്മളിങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കൊതുകുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കൊതുക് നെറ്റ് തുറന്നില്ല. എൻ്റെ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട്, കാരണം ഇവിടെ കൊതുകിന്റെ ശല്യമുണ്ട്. കൊച്ചിയാണ്, കൊച്ചി എത്തി. ഞാൻ കൊച്ചിയാണെങ്കിൽ എൻ്റെ കൂടെ കൊച്ചിയിൽ നിന്ന് കുറെ കൊതുകിനെയും കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബാക്ക് സൈഡ് കേട്ടോ. നോക്കി നിങ്ങൾ, സൂപ്പറല്ലേ. അതുപോലെ ഡോക്ടർ കൊച്ചിക്കാരനാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ കുറേ കൊതുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊതുകളുടെ ശല്യം തീർക്കാൻ വേണ്ടി വരുമ്പോ എന്നെ മാത്രം കടിക്കൂല, ബാക്കി എല്ലാവരും കടിക്കും. കൊതുക് വരുന്നത് കൂട്ടിക്കുന്നത് നമുക്കത് ശീലാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ഡോക്ടറുടെ സ്റ്റോറി കേൾക്കാം. ഇപ്പം നമ്മൾ ഹോം ടൂർ കഴിഞ്ഞല്ലോ. ശരിക്കും റൊമേനിയയിൽ ഒരു വീടിൻ്റെ അകത്ത് കയറി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ലക്കാണ്. അതും മലയാളി ആയതുകൊണ്ടാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, റൊമേനിയയിൽ ആരാധിലാകെ 2 മലയാളികളുള്ളൂ. 2 മലയാളീസ് മാത്രമേ ഈ ഒരു സിറ്റിയിലുള്ളൂ. വേറെ മലയാളീസ് ഒന്നും ഇല്ല കേട്ടോ. ഒരാൾ കണ്ണൂരിൽ, ഒരാൾ കൊച്ചിയിൽ. ഇവര് ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ചൊരു സ്ഥലമായിരുന്നത്, ആരും ഇങ്ങോട്ട് അടുപ്പിക്കാണ്ട്. അപ്പൊ ഞാൻ വന്ന് കയറില്ല, ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വന്നോളൂ. ഇനി എല്ലാവരും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തും നിങ്ങളുടെ ഫാമിലി ഒന്ന് ക്ലിയർ ആയിട്ട്. ഓക്കെ, ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന എൻ്റെ വൈഫാണ്, നമ്മള് ജിസല. പുള്ളിക്കാരത്തിന്റെ അടുത്തിരിക്കുന്നത് എൻ്റെ മോനാണ്, റെഹാൻ മിഹാനി, ഏകമോൻ. അതെ, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമെങ്കിലും മലയാളം ആർക്കും അറിയില്ല കേട്ടോ, ഒരാൾക്ക് മാത്രം അറിയാം. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് സംസാരിക്കുന്നത്. ഈ ഇരിക്കുന്നത് ജാസ്മിൻ ഏല, ഇതിന്റെ മൂത്ത മോളാണ്. ഇത് ഐഷ, സോഫിയ. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ കസിൻസ് ആണ്. പക്ഷെ ഇവരുടെ കസിൻസ് ആണ്. അപ്പൊ ഇവരിപ്പോ വിസിറ്റിന് വന്നേക്കുന്നത്. അപ്പോൾ രവി മുമ്പ് ഭയങ്കര തടിച്ചിങ്ങനെ പൊഴിച്ചൊക്കെ ഇരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഭയങ്കര സ്ലിം ഫിറ്റായി. അത് ആന ഇവരുടെ ഏറ്റവും മൂത്ത ആളാണ്. അപ്പൊ ഇവര് കുറ്റം പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. കുറ്റം പറഞ്ഞ ഒരാൾക്ക് മാത്രം മനസ്സിലാവുള്ളൂ. അപ്പോ വേറെ പ്രശ്നമുണ്ട്. അപ്പൊ ഇതാണ് ചെറിയൊരു ഫാമിലി. ഓക്കെ, സോ എന്താണ് വൈഫിന് what do you want to say? We really want to hear your love story. Yeah, so എത്ര വർഷം ഡോക്ടർ ഇവിടെ റൊമേനിയയില്? ഞാൻ 94 വന്നതാണ്. 93-94 വന്നതാണ്. അപ്പോ വർഷം ഓൾമോസ്റ്റ് 30 ചില്ലാനോ വർഷമായി. 2026 ലവ് സ്റ്റോറി അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ടു. പക്ഷെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കണ്ടതും ഇതെല്ലാം എന്തോ ഒരു എന്താ പറയുക, നാട്ടിലൊരു നിമിത്തമല്ല. ഡോക്ടർ എന്തിനാണ് റൊമേനിയ വന്നത്? ഞാൻ ശരിക്കും റൊമേനിയ ഇവിടെ വരുന്നത് ഞാൻ മെഡിസിൻ പഠിക്കാൻ വേണ്ടി വരുന്നത്. എൻ്റെ മെയിൻ സ്കോപ്പ് ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പൈലറ്റ് ആവാനായിരുന്നു. ഓക്കെ, അപ്പോൾ വാപ്പ പറഞ്ഞു, വാപ്പയുടെ ഇൻസിസ്റ്റൻസ് കൊണ്ടാണ് ഞാൻ മെഡിസിൻ പഠിച്ചത്. മെഡിസിൻ ഇവിടെ വന്നു. ഞങ്ങൾ 2 പേരാണ് വന്നത്. ഞങ്ങൾ എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനുണ്ട്, അവൻ ഇജാസ് എന്ന് പറഞ്ഞിട്ട്. അവനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഞങ്ങൾ ഇവിടെ വന്ന് 94 വന്നു. 94 വന്നിട്ട് മെഡിസിൻ തുടങ്ങി. മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അപ്പോൾ മുമ്പ് MIRC, ഇപ്പോഴത്തെ ചാറ്റും ഇതൊന്നും അല്ല, MIRC മെർപ്പ് എന്നിട്ട് ചാറ്റുണ്ട്. അപ്പോൾ ചാറ്റിൽ ഞങ്ങൾ കയറി ഇങ്ങനെ ചാറ്റ് ചെയ്യും.
അപ്പൊ ആ ചാറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഇതേപോലെ തന്നെ സാധാരണ പെൺകുട്ടികളായിട്ടാണ് ചാറ്റ് ചെയ്യാറ്. അപ്പൊ ഈ പ്രാവശ്യം ചാറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഒരു ആൺകുട്ടി വന്നിട്ട് അവന് ഭയങ്കരമായിട്ട് സംസാരം. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ ആശം പറഞ്ഞ് അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവര് ഇന്ത്യനെ പറ്റി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ത്യക്കാരനാണെങ്കിൽ ജസ്റ്റ് അവർക്ക് ഹെൽപ്പ് വേണം. അങ്ങനെയാണ് ഞാൻ ഹെൽപ്പായിട്ടാണ് ഞാൻ ഇവിടെ അറാദിൽ വരുന്നത്. ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് മോണിനെ മീറ്റ് ചെയ്യണത്. നിങ്ങളുടെ ഫസ്റ്റ് മീറ്റ് ചെയ്തതിന് ശേഷം എത്ര മാസമുള്ള നിങ്ങൾ ഒരു പരസ്പരം ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്? അതൊന്നും അങ്ങനെ അന്നത്തെ ടൈമില് ഇപ്പോഴത്തെ ജനറേഷൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ രീതിയിലുള്ള ആൻസർ. എൻ്റെ അങ്ങനെയൊന്നുമല്ല, ഞാൻ കണ്ടു, ഞാൻ ഇഷ്ടപ്പെട്ടു. ഇത്രയും വർഷമായിരുന്നു. ഇപ്പൊ ഇഷ്ടപ്പെട്ടതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചത്? ഞങ്ങൾ 2000 അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ എന്ന് വെച്ചാൽ ആദ്യം ഇവിടുത്തെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ദിവസത്തിലല്ല കല്യാണം. ഞങ്ങൾ ഇംഗ്ലീഷില് ഞങ്ങൾക്ക് 20 years. I think you got married on 2014? No, 2006. Okay, yeah. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 ഞങ്ങളുടെ ഇത് നടന്നെങ്കിലും ഞങ്ങളുടെ മെയിൻ വെഡിങ് എന്ന് പറയുന്നത് ഞാൻ Primădată în decembrie am făcut aia când a fost? 2006. Și în ഏപ്രിലാണ് ഞങ്ങളുടെ വെഡിങ്. അപ്പം ചോദിക്കട്ടെ, ഇപ്പൊ റൊമേനിയയിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ ഇപ്പം പുള്ളിക്കാരത്തിൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം നമ്മൾ വേറെ രാജ്യത്തുനിന്ന് ആളാണ്, അതും ഈ ഒരു സിറ്റിയിൽ ഇന്ത്യക്കാരും കുറവാണ്. അപ്പോൾ ഇത്രയും ദൂരത്തിലെ രാജ്യത്തിൽ ഒരാൾ ഇവിടെ വന്ന് കല്യാണം കഴിക്കുമ്പം വൈഫിന്റെ ഫാമിലി എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ഇത് ഫാമിലി റിയാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പുള്ള റിയാക്ഷൻ കാണണം. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പരിചയപ്പെട്ട ശേഷം ഒരു വർഷത്തിന് ശേഷം അപ്പോൾ ഞാൻ ഇവരുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് അവർ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി പെർമിഷൻ ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കൊണ്ടുപോയിക്കോ, തിരിച്ച് ഇതേതിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സൈൻ കാണിച്ചു. അതോടെ ഞാൻ പേടിച്ച് വരച്ച്. അതായിരുന്നു ഫസ്റ്റ് ഇത്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരത്തിൻ്റെ മദറും പുള്ളിക്കാരത്തിൻ്റെ ഗ്രാൻഡ് മദറും പിള്ളേരായാലും പിള്ളേർ ചെറുതായിരുന്നപ്പോൾ അവരെയൊക്കെ നോക്കിയത്. യാസ്മിൻ ഏറ്റവും കൂടുതൽ നോക്കിയത് ഞങ്ങളുടെ നോയമ്മാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ്. വൈഫ് അത് വർക്ക് ചെയ്യുന്നുണ്ടോ? So what do you do, like your profession? I'm a legal advisor and we have some apartments. We are renting the apartments. I'm taking care of these kids. They are not kids anymore. Everything what's happening here, it's the in charge, the superior officer. Simply she is a boss. അതാണ്. അപ്പൊ നമ്മുടെ ഞാൻ ബോസ് എത്താൻ വേണ്ടിയുള്ളത് മലയാളത്തിൽ ബോസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പറയുന്നത് ഷെഫ് എന്ന് പറയും. ഇവിടെ ഷെഫാണ് ഞങ്ങളുടെ ഷെഫാണ്. Okay, so for you guys, have you ever been in Kerala? Yeah. How many times? We go once, Twice per year. Twice per year. Try to go as much as we can. So you like Kerala? Yeah. So do you know any words in Malayalam? I can understand. I am fluent in understanding, but when it comes to talking, Yeah, Jen talk to me something. എന്തെങ്കിലും മലയാളത്തിൽ എന്തെങ്കിലും പറ. No, but എന്തെങ്കിലും പറ മലയാളത്തിൽ. എന്താ ഇത് പറ കേക്കട്ടെ. no, but പഴംപൊരി എന്ന് പറയാ. പഴംപൊരി. You say പഴംപൊരി. Parampuri. പഴംപൊരി. Parampuri. Yeah, and you? Parampuri. ഞാനൊരു കാര്യം പറയാം. കാരണം ഇവര് ചെറുപ്പത്തിൽ കുട്ടിയായിരുന്നപ്പോ ഇവര് പറയും എന്തും ഇവർക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 വാക്കുകളാണ് ഇവര് ട്രൈ ചെയ്തത്, മഴ, പഴം. അപ്പൊ ഇവർക്ക് ഴ എന്നുള്ളത് ശരിക്കാനുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ എപ്പോഴും ട്രൈ ചെയ്യും. ഇപ്പൊ യാസുവായാലും ഐഷുവായാലും മഴ, പഴം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ ഴ പറയാനുള്ളത്. പക്ഷെ വേറെ വെച്ച് നോക്കുമ്പോ ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ കാന്താരി എന്ന് പറഞ്ഞാല് മറ്റേ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളല്ല, എന്റെ അപ്പുറത്തിരിക്കുന്ന ആളുടെ കുപ്പായത്തിന്റെ നിറം എന്താണ്?
അതാണ് മഞ്ഞ കളറുള്ള ബന്ധുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ മഞ്ഞ വട്ടത്തില് മഞ്ഞ കളറില് ഏറ്റവും വലിയ കാന്താരി. അതാണ് ഏറ്റവും വലിയ കാന്താരി അല്ലേ? ഇത് എന്റെ അടുത്ത് ഭയങ്കര പാവമാണ്. ഓക്കെ, ഇളയവള്. പിന്നെ ഇവര് രണ്ടുപേരും ഇപ്പൊ ഞങ്ങളുടെ ഇതിൽ വന്നാണ്. അവര് ശരിക്കും അവര് ഹംഗേറിയൻ, റൊമീനിയൻ ഞങ്ങൾ ഇവിടെ സംസാരിക്കുമെങ്കിലും അവര് കൂടുതൽ സംസാരിക്കുന്നത് ഹംഗേറിയൻ ആണ്. You like this uncle? Yes. Seriously? ആനയായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. റബി ആയിട്ട് ഞങ്ങൾ എപ്പോഴും ഫൈറ്റ് ആണല്ലേ? ഫൈറ്റ് അല്ല, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പറയില്ല, എന്താ പറയാ, മറ്റേ ഒരു എന്താ പറയാ, ഈ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അതില് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവരെ നമ്മളെന്താ വെറുതെ വിടില്ല. യു സേ സംതിങ് ഇൻ മലയാളം. വെള്ളം അല്ല മോനെ, വേറെ നിങ്ങൾ പറ. ഇവൻ ഭയങ്കര ഫുട്ബോൾ കളിക്കാരനല്ലേ? ആ, ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ നിന്റെ കേരളത്തില്? ഇറച്ചിക്കറി പറ, നീ പറയടാ. പൊറോട്ടയും ബീഫും. പിന്നെ ബിരിയാണി ഇഷ്ടമാണ്. സോ വെൻ യു ബീൻ കേരള ബിഫോർ ലാസ്റ്റ് ടൈം? I think last summer. Last summer. Yeah. You played football there? I played. You played with the local people. You like it? Yes, it's okay. Okay. നാട് മിസ് ചെയ്യുന്നുണ്ടോ? വളരെ ജെന്യൂൻ ആയിട്ട് പറ. നാട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു മലയാളി ഉള്ളൂ. മലയാളം സംസാരിക്കാൻ എനിക്ക് എന്താ പറയാ, ആരെങ്കിലും ഇപ്പൊ മലയാളം ഇപ്പൊ ഇതില് ഞാൻ വന്നപ്പോഴും ബ്രോ പറഞ്ഞ മെയിൻ കാരണം എനിക്ക് മലയാളം സംസാരിക്കുന്ന ഒരാളെ കിട്ടിയെന്നാണ് അല്ലേ? അങ്ങനെയൊക്കെ ഇതാകുമ്പോ നാളെ നന്നായിട്ട് എനിക്ക് മിസ് ചെയ്യും. ഞാൻ ഈ അടുത്തും കൂടെ നാട്ടിൽ പോയിട്ട് വന്നേ. അപ്പൊ ഞാൻ മിസ് ചെയ്യുമ്പോ ഇപ്പൊ പാപ്പാനും ഉമ്മാനും മിസ് ചെയ്യുമ്പോ അപ്പൊ തന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് വരും. ഇപ്പൊ 5 ദിവസമായാലും 10 ദിവസമായാലും നാട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ നാട്ടിൽ അല്ലല്ലോ അതിന്റെ നാട്, വെതർ, മഴ, ഭക്ഷണം, ചായ എല്ലാം. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരനായി, പാസ്പോർട്ടും എല്ലാം ചേഞ്ച് ആയി, മൊത്തത്തിൽ റൊമേനിയക്കാരനായി. എപ്പോഴെങ്കിലും മക്കളെയും കൂട്ടി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടിൽ പോയിട്ട് സെറ്റിൽ ആവണമെന്ന് തോന്നുന്നുണ്ടോ? തോന്നലുണ്ട്, പക്ഷെ അതൊരിക്കലും നടക്കില്ല, പോസിബിൾ അല്ല. കാരണം മക്കളാണെങ്കിൽ എല്ലാവരും ഇവിടുത്തെ കൾച്ചറിലാണ് വളർന്നത്. ജനറേഷനാണ്. അവർക്ക് നാട്ടിൽ പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 2 ആഴ്ച മാക്സിമം, ഒരു മാസം മാക്സിമം, അതിൽ കൂടുതൽ അവർക്ക് എന്താണ് അവരെ പണ്ട് കാര്യമില്ല. കാരണം അവരിവിടുത്തെ കസ്റ്റമും കൾച്ചറും ഇതൊക്കെ വെച്ച് നമ്മുടെ നാട്ടിൽ അവർക്ക് എന്താ പറയുക, ഇത് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവരുടെ സ്കൂൾസ്, ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. കൾച്ചർ കംപ്ലീറ്റ്ലി അവർ ഇവിടത്തേക്ക് അഡോപ്റ്റ് ചെയ്യാം. കൂടുതലും പിന്നെ എൻ്റെ ഇഷ്ടത്തിന് അവർ എല്ലാവരും ചെയ്യും. പിന്നെ നാട്ടിലത്തെ പോലെ നമുക്ക് തല്ലാൻ പറ്റും ഇവിടെ. ഇവിടുത്തെ ഞാനിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ സ്വീഡനിൽ പോയപ്പോൾ ഞാനും വൈഫും ഐഷയും ജാസ്മിനുണ്ട്. അപ്പോൾ ഐഷ കൊച്ചായിരുന്നു. അപ്പോൾ ഐഷ ഭയങ്കര പിടിവാശിയാണ്. അപ്പോൾ ഐഷ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിനെ നടുക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് അനങ്ങൂലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ആവശ്യപ്പെട്ടിട്ട് അപ്പോൾ ഞാനപ്പോൾ അടിക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ വൈഫ് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, തൊടല്ലേ, ഇവിടെ പിടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് ഞാൻ അപ്പോൾ ജയിലിൽ പോകും. അതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇപ്പോൾ ഇവരൊരു ഫോൺ എടുത്തിട്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പപ്പ എന്നെ ഇതുപോലെ ചെയ്ത് ഞാനിപ്പോൾ ജയിലിൽ പോകും. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. പോലീസ്. അപ്പോൾ ഇന്നല്ലേ ഇവര് ഞങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ ആരായാലും ഇപ്പോൾ കൂടുതലും ഞാൻ അവരായിട്ട് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഇതാകും. അത് എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളെ ഫാമിലി ബോണ്ട് ഉണ്ട്. സാധാരണ നമ്മൾ ഫോറിനേഴ്സ് പോയിട്ട് ഒരു ഫാമിലിനെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫാമിലി ബോണ്ട് നമുക്ക് കിട്ടാറില്ല. അത് ജെന്യൂനായിട്ട് പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് വന്നു കയറുമ്പോൾ നമുക്കൊരു ഹോം എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ഇതാണ് ഇവരുടെ വിശേഷങ്ങൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്. നമ്മൾ ഒരുപാട് കൺട്രീസിൽ നമ്മൾ ഇതേപോലെ നമ്മൾ കല്യാണം കഴിച്ചിട്ട് സെറ്റിലായ ഫാമിലീസിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും പഴയ ഒരു കപ്പിൾസിനെ കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജുകൾ കാണാൻ പറ്റും. ഇപ്പം യൂറോപ്പിലെ പല കൺട്രിയിൽ നിന്നും കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആകുന്ന കപ്പിൾസിനൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല പേജുകൾ നമുക്കിടയിലുണ്ട്. പക്ഷേങ്കിൽ ഒരു 10-20 വർഷം തികക്കുന്ന ഒരു ദമ്പതികൾ, അതും ഈ റൊമേനിയ പോലത്തെ രാജ്യത്ത് ഇവിടെ ആകെയുള്ള 2 മലയാളികൾ രണ്ടും ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മലയാളിയുടെ കുടുംബത്തിൽ പോയി അവരുടെ വീഡിയോസൊക്കെ പകർത്താൻ പറ്റി. അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റണം. സ്പെഷ്യൽ താങ്ക്സ് ടു WMF പ്രിൻസേട്ടൻ. പ്രിൻസേട്ടനാണ് ഡോക്ടറുടെ കോൺടാക്ട് എനിക്ക് തന്നത്. പ്രിൻസേട്ടനാണ് മുത്തക്കാര്യത്തിൽ കേട്ടോ.
പ്രിൻസേട്ടനില്ലായിരുന്നെങ്കിൽ ഞാൻ പല ഇതിപ്പോ ഞാൻ ഇവിടെ ഉള്ള കാര്യം വേറെ ആരും അറിയില്ല, ആർക്കും അറിയില്ല. ഇത് യുക്രൈനിൽ അന്ന് പ്രശ്നം, മറ്റേ ഇന്ത്യൻ സ്റ്റുഡൻസിന് പ്രശ്നം ഉണ്ടായപ്പോഴും ആദ്യമായിട്ടാണ് ഞാൻ പ്രിൻസേട്ടനെ കുറെ നാളായിട്ട് എനിക്കറിയാം, പക്ഷെ ആദ്യമായിട്ട് അശ്വൻ എന്നെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അന്ന് തൊട്ടുള്ള ബോണ്ടാണ് അത്, വലിയൊരു ക്ലോസ് ബോണ്ടാണ്. അപ്പൊ എന്ത് ഉണ്ടെങ്കിലും അത് പുള്ളിക്കാരൻ എന്താ പറയാ, ഇപ്പോ ദേവനോട്ട് കണക്ടിങ് നോക്കിയ ഞാൻ പ്രിൻസേട്ടൻ്റെ പേരിട്ടത്. വേറെ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം. സോ യു വാണ്ട് ടു സേ സംതിങ് ടു മലയാളീസ്? You say something. You have not. open your mouth. Yeah, open your mouth. Yeah, I should say something. I think people are eagerly waiting. ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ഇവിടെ വന്നതിലും ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ലൈക്ക് ചെറുതായിട്ട് അല്ലെങ്കിൽ വലുതായിട്ട് വലിയ ഇതൊന്നും നടന്നില്ല. കാരണം ഞാൻ ഹോസ്പിറ്റലായതുകൊണ്ട് വർക്കിലായതുകൊണ്ട് പുള്ളിക്കാരൻ നന്നായിട്ടൊന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഹാപ്പി ആവുന്ന രീതിയിൽ അവരുടെ സേഫ് ജേർണി. ഇനി അവർ നിങ്ങളിപ്പോൾ ഇവിടുന്ന് ടർക്കിയിലോട്ടാണ് ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ പോണത് ബൾഗേറിയ വഴി ടർക്കിയിലോട്ടാണ്. ടർക്കി പോയിട്ട് അവിടെ നിന്ന് കുളിച്ച് സെറ്റായി ഷേവൊക്കെ ചെയ്ത് എന്നിട്ട് വേണം നമുക്ക് ഉണ്ടാക്കേണ്ട ഉസ്ബെക്കിസ്ഥാനിലേക്ക് ട്രൈ ബൽക്കി സത്യങ്ങളൊന്നും പുറത്തു വരാൻ പാടില്ല, നീ അവിടെ ഇങ്ങനെ മാറിയിരുന്ന്. അപ്പം താങ്ക്സ് ടു എവ്രിവൺ, എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം, ഇവരെ പറ്റി കൂടുതൽ അറിയുകയാണെങ്കിൽ കമന്റ് ചെയ്താൽ കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറയാ, നമുക്കിടയിലുള്ള ഒരാള് മറ്റു രാജ്യത്ത് പോയിട്ട് അവിടെ, ഞാൻ എപ്പോഴും പറഞ്ഞ സെയിം കാര്യം തന്നെ, നമുക്കിടയിലുള്ള ഒരാള് മറ്റു രാജ്യത്ത് പോയിട്ട് അവിടെ നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്ത് ജീവിക്കുക. അവരുടെ മക്കളുടെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെ അടുത്താണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ ഒരു ഫാമിലി കൾച്ചർ ഉണ്ട്, അത് എന്ത് ബിൽഡ് ചെയ്യാൻ നോക്കുമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അമേസിങ് സംഭവമാണ്. അപ്പോൾ അതാണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ, നമ്മൾ ഭയങ്കര സെറ്റാണ് ഗൈസ്. അപ്പം ഞാനും ബൽക്കി കൂടി നാളെ നമ്മൾ ബൾഗേറിയൻ ബോർഡർ ക്രോസ് ചെയ്ത് സോഫിയ വഴി നേരെ തുർക്കിയിലേക്ക് കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.